കഴിഞ്ഞ 2016 മുതൽ 10 വർഷം തികയാൻ പോവുകയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി. 2020 മാർച്ച് മാസത്തോടുകൂടി 10 വർഷം തികയുന്നു. ഈ 10 വർഷ കാലയളവിൽ മാത്രം നമ്മുടെ അനുഭവം എടുത്താൽ മതിയല്ലോ. 140 മണ്ഡലങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച മണ്ഡലങ്ങളല്ല. നിലമ്പൂരും കൂടി മാറ്റിയപ്പോ 98 മണ്ഡലങ്ങൾ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 42 മണ്ഡലങ്ങൾ മാത്രമാണ് UDF-ന്റേത്. ആ 42 മണ്ഡലങ്ങളിലും നല്ല സ്കൂളുകളില്ലേ, നല്ല ആശുപത്രികളില്ലേ? ആ മണ്ഡലങ്ങളിലെ സാധാരണ മനുഷ്യർക്ക് ലൈഫ് മിഷൻ പദ്ധതി കൊടുക്കുന്നില്ലേ? UDF-ന്റെ മണ്ഡലങ്ങളിലെ അർഹതപ്പെട്ട എല്ലാവർക്കും 1600 രൂപ പെൻഷൻ കൊടുക്കുന്നില്ലേ? നിങ്ങൾ എന്തെല്ലാം പ്രചരിപ്പിച്ചു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്? 1600 രൂപ നിന്നുപോയില്ലേ? 4 മാസം നിന്നു. ഇനി ഇത് കിട്ടില്ല. കേരളം സാമ്പത്തികമായ വലിയ കടക്കണിയിലാണ്. തകരുകയാണ് കേരളം. ഇനി രക്ഷയില്ല. 1 രൂപ പോലും പെൻഷൻ കിട്ടില്ല എന്നല്ലേ പ്രചരിപ്പിച്ചു? ആ 4 മാസം കുടിശ്ശിക തീർത്തു എന്ന് മാത്രമല്ല, ഇപ്പൊ ഓണത്തിന് ഒരു പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്ക് 3200 രൂപയാണ് അല്ലേ അഡ്വാൻസ്. ഓണത്തിന് നല്ലതുപോലെ ചെലവാക്കിക്കോളെന്ന് പറഞ്ഞിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. ആരും ഓണം ആഘോഷിക്കാതിരിക്കരുത്. ഈ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഒരു നിർബന്ധം നോക്കണം. കേരളത്തിൽ ഒരു മനുഷ്യനും ഓണം ആഘോഷിക്കാതിരിക്കരുത്. അതുകൊണ്ട് 1600 പോരാ, 3200 പിടിച്ചോ, ഒരു മാസം കൂടുതൽ. ഈ 3200 ഒരു വീട്ടിൽ 2 പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ടെങ്കിലോ എത്ര? 6400. ഈ ഓണം അടിപൊളിയായില്ലേ അല്ലേ? ഓണം കഴിഞ്ഞിട്ടാണ് ഈ സമരമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഡ്രസ്സുകൾ ഇപ്പൊ പളവളാന്ന് മുന്നുണ്ടാവും. എല്ലാം പുത്തൻ ഡ്രസ്സായിരിക്കും. എല്ലാം പുത്തൻ ഡ്രസ്സായിരിക്കും. കാരണം എന്താ? നമ്മുടെ ഓരോ വീട്ടിലും പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട് ഇല്ലേ? ഓരോ വീട്ടിലും പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട്. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പേരക്കുട്ടികൾക്ക് വേണ്ടി ഇതാ എന്റെ വക എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുകയല്ലേ? ഈ പെൻഷൻ നിന്നുപോയി എന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയവരല്ലേ UDF? ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പെൻഷൻ കുടിശ്ശിക വച്ചിരിക്കുന്നു. ഇനി കിട്ടാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ ഭരണമല്ലാകുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിലെ പോലെ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയും വെച്ച് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന 100 രൂപ പോലും കൊടുക്കാതെ ഭരണത്തിൽ നിന്ന് പോയവരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതല്ല പിണറായി സർക്കാർ. ഈ കേരളത്തിലെ ജനങ്ങളോട് ഏതെല്ലാം ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടല്ലോ, ആ വാഗ്ദാനങ്ങളെല്ലാം 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി നടപ്പിലാക്കാൻ ഈ 10 വർഷ കാലയളവിൽ കഴിഞ്ഞു എന്ന അഭിമാനപൂർവമായ അന്തസ്സോടുകൂടി ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ. സർക്കാർ എവിടെയും പറഞ്ഞ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നും വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങളല്ല, എല്ലാം പരിപൂർണമായും നടപ്പിലാക്കുക. ഇതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ഇനി എന്താ വേണ്ടത്? മഞ്ഞക്കാടിന് 35 കിലോ അരി ഫ്രീ അല്ലേ? ഒന്നും മുണ്ടില്ല. നിങ്ങള് വാങ്ങിക്കുന്നവർ പോലും തലയാട്ടുന്നില്ല. അതാണ് പ്രശ്നം. 35 കിലോ കിട്ടില്ലേ? 35 കിലോ അരി ഫ്രീ, 1600 പെൻഷൻ, ആശുപത്രിയിൽ സൗജന്യ ചികിത്സ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയിപ്പോ എന്താ വേണ്ടത്? എന്താ വേണ്ടത്? പണ്ട് മക്കൾ നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് വരട്ടുന്ന അമ്മമാരും അച്ഛനമ്മമാരൊക്കെ ഇപ്പൊ പോയി പണം നോക്കാനല്ലേ പറഞ്ഞു. നീ നോക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളെ നോക്കാനൊരു മനുഷ്യനുണ്ട് ഈ കേരളത്തിൽ, അയാളുടെ പേരാണ് പിണറായി വിജയൻ എന്നല്ലേ പറയുന്നത്. വളരെ അഭിമാനത്തോട് കൂടിയിട്ടല്ലേ രക്ഷിതാക്കൾ പറയുന്നത്.
നീ നോക്കണ്ടട കുട്ടി, നീ എന്നെ നോക്കേണ്ട കാര്യമില്ല, നീ എന്നെ ഉപദ്രവിക്കാണ്ടിരുന്നാ മതി എന്നാണ്.